സോ ഹൗ ടു ഗെറ്റ് ഇൻ ടു കോണ്ടന്റ് ഡയറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ കോണ്ടന്റ് ഡയറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് യു ഫീൽ ലൈക്ക് യുവർ ബ്രെയിൻ ഇസ് റോട്ടിങ് ഓർ ഇഫ് യു ഫീൽ ലൈക്ക് യു കാൺ ഫോക്കസ് ഓൺ എനിത്തിങ്, യു നീഡ് എ കോണ്ടന്റ് ഡയറ്റ്. അതായത് നമ്മൾ ബോഡി ഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഫുഡിലെ ഡയറ്റ് എടുക്കൂലേ, അതേപോലെ തന്നെ നമ്മുടെ മൈൻഡും നമ്മുടെ ബ്രെയിനൊക്കെ ഫെറ്റീഗ് ആകുമ്പോൾ നമ്മൾ കോണ്ടന്റ് ഡയറ്റ് എടുക്കണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1, നോ ഫോൺ ഫോർ ദ ഫസ്റ്റ് അവർ ഓഫ് ദി ഡേ. അതായത് നിങ്ങൾ എണീച്ച് കഴിഞ്ഞൊരു 1 hour നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഫോൺ തൊടരുത്. ലൈക്ക് നിങ്ങൾ അലാറം അതിലാണ് വെക്കുന്നുണ്ടെങ്കിൽ എണീക്കുക, അലാറം ഓഫാക്കുക, ഗോ ഡു സംതിങ് എൽസ്. നിങ്ങൾക്ക് വെള്ളം കുടിക്കണമെങ്കിൽ വെള്ളം കുടിക്കാം, അല്ലെങ്കിൽ ജേർണൽ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ എന്ത് ഹാബിറ്റ് ആണെങ്കിലും അത് രാവിലെ ചെയ്യാനുള്ള അത് ചെയ്തോ. ബട്ട് ഡോണ്ട് യൂസ് ഫോൺ. കാരണം നിങ്ങളൊരു 5 മിനിറ്റ് സ്ക്രോൾ ചെയ്യാനിരുന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബിക്കം 2-3 hours. നിങ്ങൾക്കും അറിയാതെ. അതുമാത്രമല്ല, രാവിലെ തന്നെ നിങ്ങളുടെ മൈൻഡ് സെറ്റും, യു ഷുഡ് നെവർ റൺ ഓൺ അതർ പീപ്പിൾസ് അജണ്ട, യു ഷുഡ് ഹാവ് യുവർ ഓൺ. അപ്പോൾ നിങ്ങൾ കാണുന്ന റീൽസ്, നിങ്ങൾ മെയിൽ തുറക്കുകയാണെങ്കിലോ എന്തോ, അത് ബാക്കിയുള്ളവർ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്ന ഒരു അജണ്ടയാണ്. യു ഷുഡ് നെവർ ഫോളോ ദാറ്റ്. യു ഷുഡ് ഹാവ് യുവർ ഓൺ സ്റ്റാൻഡേർഡ്സ് ഇൻ അജണ്ട. ദാറ്റ്സ് സ്റ്റെപ്പ് നമ്പർ 1. സ്റ്റെപ്പ് നമ്പർ 2, നോ ഷോർട്ട് ഫോം കോണ്ടൻറ്റ്. അതായത് നമ്മളിപ്പോൾ കാണുന്ന റീൽസ് അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സ്, ഇതൊക്കെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക. ഓൺലി ലോങ് ഫോം കോണ്ടൻറ്റ്, ആൻഡ് ദാറ്റ് ടു എഡ്യൂക്കേഷണൽ ആൻഡ് പോഡ്കാസ്റ്റ്. അതായത് അതും നിങ്ങൾക്ക് റാൻഡമായിട്ട് കൺസ്യൂം ചെയ്യാൻ പറ്റില്ല. ഒരെണ്ണം ലെറ്റ്സ് ഈ ഒരു വീക്കിലേക്ക് ഫിറ്റ്നസ് ആണെങ്കിൽ ഫിറ്റ്നസ് കോണ്ടൻറ്റ്സ് മാത്രം കാണാം. യൂട്യൂബിൽ സജസ്റ്റ് ചെയ്യുന്നതല്ല, നിങ്ങൾ ഇൻറ്റൻഷനലി സെർച്ച് ചെയ്ത് കാണാം. ഓക്കെ, ഇനി സ്റ്റെപ്പ് നമ്പർ 3 ആണ്, പുട്ട് യുവർ ഫോൺ ഇൻ ഗ്രേ സ്കെയിൽ മോഡ്. അതായത് നിങ്ങളുടെ ഫോണിൽ, നിങ്ങളുടെ ഐഫോൺ ആണെങ്കിലും ആൻഡ്രോയിഡിലുണ്ടോ എന്ന് എനിക്കറിയില്ല, സെറ്റിങ്സിൽ പോയിട്ട് ഗ്രേ സ്കെയിലിന് ഉള്ള ഓപ്ഷൻ സെർച്ച് ചെയ്യുക, എന്നിട്ട് അത് ഓൺ ആക്കിയിടുക. അതെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി ഇപ്പോൾ ഇൻസ്റ്റഗ്രാം അതുപോലെ എല്ലാ ആപ്ലിക്കേഷനും ഓരോ ഡിഫറെൻറ്റ് കളർ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ കളേഴ്സിന് നമ്മൾ ഗ്രാസ്പ് ചെയ്യാൻ നല്ലോണം പറ്റും. ഇപ്പോൾ വി ആർ മോർ ഡ്രോൺ ടു ലെറ്റ്സ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ കളർ അല്ലെങ്കിൽ അങ്ങനത്തെ അതിൻ്റെ കളേഴ്സിനോട് നമ്മൾ ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, എല്ലാം ഒരേ കളറാക്കുക, ഗ്രേ കളറാക്കുക. ബൈ ഡൂയിങ് ദിസ് യു ആർ ബേസിക്കലി സ്റ്റെപ്പിങ് ബാക്ക് ആൻഡ് സീയിങ് ലൈക്ക് നിനക്ക് വേണ്ട ഒരു ആപ്ലിക്കേഷൻ ഏതാണോ അപ്പോൾ നീ അത് നോക്കിയിട്ട് എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ, ഓട്ടോമാറ്റിക്കലി നീ ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലോട്ടോ അല്ലെങ്കിൽ ഏറ്റവും പോപ്പിംഗ് ആയിട്ട് നിൽക്കുന്ന കളർ ഏതാണോ അതിലേക്ക് പോവും, ഡ്രിവൺ ആവും, യു വിൽ ബി ഡ്രിവൺ. ഓക്കെ, അപ്പോൾ അത് ചേഞ്ച് ചെയ്യാം, ഗ്രേ സ്കെയിൽ. ഇനി 4ാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ടിഫിക്കേഷൻസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇമാജിൻ നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ മെസ്സേജ് അയക്കുന്നു, ഓരോ നിമിഷവും ദർ ആർ മെനി തിങ്സ് ഹാപ്പനിങ്. അപ്പോൾ യു ഷുഡ് നെവർ ലെറ്റ് എനിത്തിങ് ഇൻറ്ററപ്റ്റ് യുവർ ഫോക്കസ് പീരിയഡ് അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യുന്ന ടൈം. അപ്പോൾ അതിൽ മെയിൻ ഒരു കാര്യമാണ് നോട്ടിഫിക്കേഷൻസ്. ഈവൻ ദോ ഇറ്റ്സ് ലൈക്ക് ഒരു ടിങ് എന്നുള്ളൊരു സൗണ്ട് ആണെങ്കിലും, അത് ലെറ്റ്സ് നിങ്ങളൊരു 1 hour നിങ്ങൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളത് ഫോക്കസ് മോഡിലേക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് കയറാൻ ഒരു 20 minutes എടുക്കും. പക്ഷേ നിങ്ങൾ ഇൻറ്ററപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 17 minutes എടുക്കും നിങ്ങൾക്ക് റീവാമ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു നിങ്ങളുണ്ടായിരുന്ന ഫോക്കസ് സ്റ്റേറ്റിലേക്ക് എത്തണമെങ്കിൽ ഒരു 17 minutes എക്സ്ട്രാ ഇങ്ങനെ എടുക്കും. അപ്പോൾ അതാണ് പറഞ്ഞത്, ഡിസ്ട്രാക്ഷൻ ഈസ് എ വെരി സീരിയസ് ടോപ്പിക്. അപ്പോൾ നോട്ടിഫിക്കേഷൻസ് സൗണ്ട് ആണെങ്കിലും ടെക്സ്റ്റായിട്ട് വരുന്നതാണെങ്കിലും പോപ്പപ്പ് ചെയ്ത് വരുന്നതാണെങ്കിലും ഒക്കെ ഓഫ് ചെയ്ത് വെക്കുക. വളരെ സിമ്പിളായിട്ട് സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ഓരോ ആപ്ലിക്കേഷൻ്റെതും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പാരൻസിൻ്റെതോ ആരെങ്കിലും വേണമെങ്കിൽ അതങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ലാസ്റ്റത്തെ കാര്യമാണ് അൺഫോളോ അല്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ദ പീപ്പിൾ ഹൂ പ്രൊവൈഡ് ലീസ്റ്റ് വാല്യൂ ടു യു. അതായത് നിങ്ങൾ പണ്ട് എപ്പോഴോ ഫോളോ ചെയ്താണ്, നിങ്ങൾക്ക് വലിയ വാല്യൂസ് ഒന്നും ഇല്ല, പക്ഷേ അവരുടെ കോണ്ടന്റ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾ യൂട്യൂബോ അല്ലെങ്കിൽ എന്താ ഇൻസ്റ്റാഗ്രാമോ എടുക്കുമ്പോൾ വരുന്നുണ്ടെങ്കിൽ, ആൻഡ് ഇഫ് ഇറ്റ്സ് ലൈക്ക് സംതിങ് ബാഡ് അല്ലെങ്കിൽ ട്രിഗർ ചെയ്യുന്നതോ നിങ്ങളെ ഇമോഷണലി വീക്കാക്കുന്ന എന്തെങ്കിലും കോണ്ടന്റ് ആണ് അവർ, ഇഫ് ദി ആർ പുട്ടിങ് ഔട്ട് സച്ച് കോണ്ടന്റ്, ജസ്റ്റ് അൺസബ്സ്ക്രൈബ് ആൻഡ് അൺഫോളോ. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ചെയ്യുമ്പോൾ വെച്ചാൽ നിങ്ങളൊരു 30 days ഫോളോ ചെയ്യുമ്പോൾ തന്നെ യു ക്യാൻ സീ ദ റിസൾട്ട്സ്. നിങ്ങളുടെ ഫോക്കസ് ഇമ്പ്രൂവ് ആവും, നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവും, എല്ലാ രീതിക്കും ഒന്ന് നിങ്ങൾ ബെറ്റർ ആവും. യു വിൽ ബി മോർ പ്രസൻറ്റ്, യു വിൽ എൻജോയ് എവറി ലിറ്റിൽ തിങ് ഇൻ യുവർ ലൈഫ്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ഈവൻ ദോ ഇത് ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്.
ഗോൾഡ് ഫിഷിൻ്റെ അറ്റൻഷൻ സ്പാൻ 9 സെക്കൻഡ്സ് ആണെങ്കിൽ we humans in this age have attention span of fucking 8 seconds. Just 8 seconds only. ഗോൾഡ് ഫിഷിനേക്കാളും കുറഞ്ഞ അറ്റൻഷൻ സ്പാനുള്ള ജീവികളായി നമ്മൾ മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ചെയ്യണം. ഓക്കെ, സോ ഡു ദിസ് ആൻഡ് സീ ദ റിസൾട്ട്സ്. താങ്ക് യു.